ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ എംഎൽഎയുമായ MC കമറുദ്ദീനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ചിത്താരി സ്വദേശികളായ സാബിറ, അഫ്സാന എന്നിവരിൽ നിന്ന് നിക്ഷേപമായി 15 ലക്ഷം രൂപയും 22 ലക്ഷം രൂപയും വാങ്ങി വഞ്ചിച്ചു എന്നതാണ് പരാതി. നിലവിൽ വലിയ മാനങ്ങളുള്ള വലിയ തോതിൽ 150 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന് വിഷയമുള്ള രീതിയിൽ കേസ് വന്നിട്ടുള്ള കേസാണ്. 150-ലധികം പരാതികൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സിജു കണ്ണൻ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിജു, കമറുദ്ദീനെതിരെ കൂടുതൽ പരാതികൾ വന്നിരിക്കുന്നു, തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കുരുക്കുമുറുകുകയാണ്. കാവ്യ, ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവും മുൻ മഞ്ചേശ്വരം എംഎൽഎയുമായ MC കമറുദ്ദീനെ ഇന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിനു ശേഷം കാഞ്ഞങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കി ഇദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ചിത്താരി സ്വദേശികളായ അഫ്സാന, സാബിറ എന്നിവർ നൽകിയ പരാതിയിലാണ് പുതിയ അറസ്റ്റ്. നേരത്തെ ഏറെക്കാലം റിമാൻഡിലായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് MC കമറുദ്ദീൻ. അതിനുശേഷം വരുന്ന കേസുകളിലെല്ലാം തന്നെ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. എന്നാൽ പുതിയ പരാതിയിൽ മുൻകൂർ ജാമ്യം എടുത്തിട്ടില്ല. ആ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഫ്സാനയും സാബിറയും സഹോദരിമാരാണ്. ഫാഷൻ ഗോൾഡിന്റെ 4 ജ്വല്ലറികളിൽ നിക്ഷേപവും അതിന് ഉയർന്ന പലിശയും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തു എന്ന് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് 22 ലക്ഷം രൂപയും അങ്ങനെ 37 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ വീണ്ടും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വലിയ മാനങ്ങളുള്ള ഒരു കേസാണ്. കാസർഗോഡ് ജില്ലയിലും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലുമായി 4 ജ്വല്ലറി ഷോറൂം ഈ മുസ്ലിം ലീഗ് നേതാവ് MC കമറുദ്ദീൻ ചെയർമാനായി ആരംഭിച്ചു. ആ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് 700-ലധികം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു എന്നാണ് ആ കേസ്. അതിൽ 2018 ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വരുന്നത്. ഇതിനുശേഷം ഈ ജ്വല്ലറികളെല്ലാം തന്നെ തകർന്നു പോവുകയായിരുന്നു. നിക്ഷേപം സ്വീകരിച്ച ആളുകൾക്കൊന്നും പണം തിരികെ നൽകിയില്ല എന്നാണ് കേസ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ബഡ്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസും ഫാഷൻ ഗോൾഡ് സാമ്പത്തിക തട്ടിപ്പ് കേസാണ്. നിക്ഷേപക താൽപര്യ സംരക്ഷണ നിയമം IPC 420, 406, 409 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത്. ആദ്യഘട്ടത്തിൽ 164 പേരാണ് പരാതി നൽകിയിരുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. ഈ നിക്ഷേപകർക്ക് പണം 6 മാസത്തിനകം തിരികെ നൽകുമെന്ന് പറഞ്ഞ് പലരെയും പറ്റിച്ചു. എന്നാൽ പണം തിരികെ നൽകാൻ തയ്യാറായില്ല. അതിനുശേഷം പലരും ഈ പണം തിരികെ ലഭിക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പണം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടുകൂടി ഈ 164 പരാതിക്കാർക്ക് പുറമെ കൂടുതൽ പരാതിക്കാർ വന്നു. ഇപ്പോൾ 200-ലധികം പരാതിക്കാർ ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ പരാതി വന്ന 60ഓളം കേസുകളിൽ നിലവിൽ ലീഗ് നേതാവ് മുൻ MLA MC കമറുദ്ദീനെ മറ്റൊരു കേസിൽ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. റിമാൻഡിലായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സിജു കണ്ണനാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.